ബാലസഖാക്കൾ എന്താ പാട് സുഖല്ലേ? ഞങ്ങൾക്കൊരു സാധനം കാണിച്ചുതരാം. ബാലസംഘത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരിക്കലും കുട്ടികളെ പഠനത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവമൊന്നും അല്ല നടക്കുന്നത്. അല്ല, ഈ രോഷം കൊള്ളുന്ന നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നും ഈ കേരളത്തിൽ മതം പഠിപ്പിക്കുന്ന, ജാതി പറഞ്ഞു കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. ആ സ്കൂളുകൾക്കെതിരെ നിങ്ങൾ സംസാരിക്കാത്തത് എന്താണ്? ഈ ബാലസംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു പ്രത്യേകതരം രാഷ്ട്രീയം മാത്രം അങ്ങ് ഓതി കൊടുക്കുന്ന പരിപാടിയല്ല. കുട്ടികളിലൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാക്കലും, കുട്ടികൾക്കൊരു സാമൂഹ്യ ബോധം ഉണ്ടാക്കലും, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളുകളിലൊക്കെ പാഠപുസ്തകങ്ങളിലുള്ളത് മാത്രമാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ ട്യൂഷൻ ചെന്നാലും അത് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ഒരു സാമൂഹ്യ ബോധം ഉണ്ടാവണമെന്നതും ഒരു വ്യക്തമായ രാഷ്ട്രീയ ബോധം ഉണ്ടാവണമെന്നതും വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ഈ നാട്ടിൽ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് രാഷ്ട്രീയ ബോധം. മതത്തെയും ജാതിയേക്കാളും എത്രയോ ഭേദമാണ് രാഷ്ട്രീയം. അച്ഛനും അമ്മയും ഇന്ന ജാതിക്കാരാണ്, ഇന്ന മതക്കാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജനിക്കുന്ന കുട്ടിയെ വളർന്നു വരുമ്പോ സ്വന്തം ജാതിയും മതവും അടിച്ചേൽപ്പിക്കാറില്ലേ? അത്രത്തോളം ഒന്നും വരില്ലല്ലോ ഈ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കല്. പക്ഷെ ഇവിടെ നിങ്ങളുടെയൊക്കെ പ്രധാന പ്രശ്നം അവര് കുട്ടി സഹാക്കൾ എന്ന് സംബോധന ചെയ്തതാണ്. നാളത്തെ തലമുറകളായ കുട്ടികളുടെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചരിത്രം പതിപ്പിക്കുന്നതിനേക്കാളും വ്യക്തമായൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാക്കിയെടുക്കുന്നത് എന്തുകൊണ്ടും ഭേദം. ഒരു പൊതുബോധം അവർ പഠിച്ചിരിക്കണം. സമൂഹത്തിലേക്ക് നാളെ ഇറങ്ങി ചെല്ലുമ്പോൾ എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എന്ത് ചെയ്യണം, എന്തറിയണം എന്നൊക്കെ വ്യക്തമായിട്ട് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കണം. ആ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് കൊണ്ടോ പഠിക്കുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികളുടെ കഴിവുകളും വളർത്തുന്നുണ്ട്, അവരുടെ പഠനവും ശ്രദ്ധിക്കുന്നുണ്ട്, അതിനൊപ്പം തന്നെ കുട്ടികളിൽ നല്ലൊരു രാഷ്ട്രീയ ബോധവും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൃത്യമായ നിലപാടോടുകൂടി ഇത്രയും കുട്ടികൾ വന്നതെന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ നിങ്ങൾ നോക്കൂ. എത്ര കുട്ടികൾക്ക് ഇതുപോലെ സ്വന്തം നിലപാടിൽ ഊന്നി നിന്ന് ഇത്രയും വ്യക്തമായി കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കും? അതിനൊക്കെയുള്ളൊരു പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുഞ്ഞിലേ മുതലേ അവരെ പഠിപ്പിക്കണം. നിങ്ങൾ ബാലസംഘത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ വിടണം എന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്. കുഞ്ഞിലെ മുതലേ നിങ്ങളുടെ കുട്ടികൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധവും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ കുഞ്ഞിലെ മുതലേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ സ്വന്തമായൊരു നിലപാടുള്ള, വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ ബോധമുള്ള, നല്ലൊരു സ്വഭാവ ഗുണമുള്ള ഒരു നല്ലൊരു കുട്ടിയെ നിങ്ങൾക്കും വാർത്തെടുക്കാം. ഞാൻ ഇവിടെ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടല്ല സംസാരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. ഒരിക്കലുമല്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള കൂറില്ല. ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്ന ഗവൺമെന്റിനെ ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തിപരമായിട്ട് എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത്. എന്തുകൊണ്ട് പ്രതിപക്ഷത്തെ വിമർശിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പ്രതിപക്ഷം ജനങ്ങളുടെ ശബ്ദമാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ വിമർശിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഉറ്റുനോക്കേണ്ടത് ഭരണപക്ഷത്തെയാണ്. ഇന്ന് കേരളം ഭരിക്കുന്നത് LDF ആയിരുന്നെങ്കിലും ഞാൻ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് എന്തായാലും അടുത്ത 5 വർഷത്തിൽ മനസ്സിലാവും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, കേരളത്തിലെ കുട്ടികൾ ആസ്വദിക്കുന്നുണ്ട് ബാലസംഘത്തിലേക്ക് പോകുന്ന ഒരു സമയം. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ പറയുന്നത്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് വ്യക്തിപരമായ ഒരു രാഷ്ട്രീയം അത്യാവശ്യമാണ്. അത് കുട്ടിക്കാലം മുതലേ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇതുപോലുള്ള സംഭവങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ നാളത്തെ തലമുറകളായ കുട്ടികൾ ലോകത്ത് അറിയട്ടെ, ഈ രാഷ്ട്രീയം എന്താണെന്ന് അറിയട്ടെ, ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കട്ടെ. അതൊക്കെ വളരെ നല്ല കാര്യമല്ലേ? അതിനെ വെറുതെ രാഷ്ട്രീയവൽക്കരിച്ച് ഇങ്ങനെ തള്ളിക്കളയുന്നതിലൂടെ നിങ്ങൾക്കൊക്കെ എന്താണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു ബാലസംഘത്തിലും കുട്ടികളെ ജാതിയോ മതമോ അല്ല പഠിപ്പിക്കുന്നത്. അവരുടെ കഴിവുകൾ അടിച്ചമർത്തുകയല്ല ചെയ്യുന്നത്. അവരുടെ പഠനത്തിനെ മുടക്കുകയല്ല ചെയ്യുന്നത്. അവർക്കൊരു നല്ല രാഷ്ട്രീയ ബോധം ഉണ്ടാക്കി കൊടുക്കലും ഈ സമൂഹത്തിലെ ഇടപെടലുകളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കലും അവരെ നാളത്തെ വെറുമൊരു തലമുറകളായിട്ടല്ല, നല്ലൊരു വ്യക്തിത്വമുള്ള തലമുറകളായിട്ട് വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.